ഹൊറർ എന്ന് പറയുന്ന ജോണർ മലയാളികൾക്ക് അടുത്ത കാലത്തായിട്ട് അത്ര സുപരിചിതമല്ല എന്നൊക്കെ ഉള്ളത് പിന്നീട് വന്ന കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചില്ല. ആദ്യം എനിക്ക് കഥ കേട്ടപ്പോൾ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു. ജെ.കെയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആസ് ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരാളാണ്. കൊച്ചിയിൽ അവർ സെറ്റിൽ ഡൗൺ ആയി കഴിയുമ്പോൾ ഒരു പാരനോർമൽ പ്രസൻസ് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മിനിറ്റിന് നിങ്ങളെ പേടിപ്പിക്കുന്നൊരു സിനിമയല്ല. ഞാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ ആലങ്കാരികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സംസാരിക്കുന്ന മലയാള ഭാഷയാണ് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ആലങ്കാരികം. ഇൻഫാക്റ്റ് ഒരു ജർമ്മൻ സിനിമാറ്റോഗ്രാഫർ, ഒരു ഫോറിൻ സിനിമാറ്റോഗ്രാഫറുമായിട്ട് ഇവർ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഒടുവിൽ സുജിത്ത് ഫ്രീ ആയപ്പോൾ തന്നെ സുജിത്താണ് ഇതിന് നല്ലതെന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകർക്ക് നിരന്തരമായി തിയേറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരിക്കില്ല എസ്രയുടേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എസ്രയെക്കുറിച്ച് ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കിടയിൽ ഒരു അസംഷൻ ഉണ്ട് എന്താണ് ഈ സിനിമ എന്നുള്ളതിനെക്കുറിച്ച്. ഭാഗികമായിട്ടത് ശരിയാണ്. എസ്ര ഒരു ഹൊറർ സിനിമയാണ്. മലയാളത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സ്ട്രെയിറ്റ് ഹൊറർ ഫിലിമാണ്. ഒരു കോമിക് ട്രാക്കോ ഒരു നർമ്മത്തിൽ ചാലിച്ചൊരു നറേഷനൊന്നും ഇല്ലാതെ ഹൊറർ എന്ന ജോണറിനോട് പൂർണ്ണമായും സത്യസന്ധത പുലർത്തുന്നൊരു സിനിമയാണ്. പക്ഷേ അത് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മിനിറ്റിന് നിങ്ങളെ പേടിപ്പിക്കുന്നൊരു സിനിമയല്ല. അതൊരു വലിയ കഥ പറയുന്ന സിനിമയാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടും ഇൻട്രിക്കേറ്റ് ആയിട്ടും കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയാണ്. അതിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന മൊമെൻറ്റ്സ് ഉണ്ടായേക്കാം, ഭയപ്പെടുത്തുന്ന സീനുകളുണ്ടായേക്കാം. പക്ഷേ അതുപോലെ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓൾ ഇൻ ഓൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ പറയുന്ന സിനിമയാണ് എസ്ര. ഞാനിതിൽ അഭിനയിക്കുന്നത് രഞ്ജൻ മാത്യു എന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ്. രഞ്ജൻ ബോംബെയിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രഞ്ജൻ്റെ കമ്പനി ഒരു വളരെ പ്രത്യേകതയുള്ളൊരു അസൈൻമെൻറ്റ് ഏറ്റെടുക്കുന്നതിനെ തുടർന്ന് രഞ്ജന് കൊച്ചിയിലേക്കൊരു ട്രാൻസ്ഫർ കിട്ടുകയാണ്. അതിനോടനുബന്ധിച്ച് രഞ്ജൻ തൻ്റെ ഭാര്യയുമായിട്ട് ഒരു ന്യൂലി മാരീഡാണ്. ഇപ്പോൾ രഞ്ജൻ്റെ വൈഫുമായിട്ട് കൊച്ചിയിലെത്തുന്നതും കൊച്ചിയിൽ അവർ സെറ്റിൽ ഡൗൺ ആയി കഴിയുമ്പോൾ ഒരു പാരനോർമൽ പ്രസൻസ് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. എനിക്കിതിൻ്റെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവും ആ കഥയും ആ കഥ പറയുന്ന രീതിയും തന്നെയാണ് എല്ലാ സിനിമകളെപ്പോലെയും എസ്രയിലേക്കും എന്നെ ആകർഷിച്ചത്. ഇതിൽ പറയപ്പെടുന്ന പുതുമകളൊക്കെ സെക്കൻഡറി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു ഹൊറർ എന്ന് പറയുന്ന ജോണർ മലയാളികൾക്ക് അടുത്ത കാലത്തായിട്ട് അത്ര സുപരിചിതമല്ല എന്നൊക്കെ ഉള്ളത് പിന്നീട് വന്ന കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചില്ല. ആദ്യം എനിക്ക് കഥ കേട്ടപ്പോൾ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു. അതുതന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ കഥയുടെ പശ്ചാത്തലത്തിന് ഒരു പുതുമയുണ്ട്. കേരളത്തിലെ ജൂത സംസ്കാരത്തിൻ്റെ ചരിത്രത്തിനെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ ഒരു പ്രധാന കഥ തന്തു എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ആ വിഷയത്തിനെക്കുറിച്ചൊരു സിനിമയോ ഒന്നും തന്നെ മലയാളത്തിലോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോ തന്നെ ഉണ്ടായിട്ടില്ല. അത് വളരെ പുതിയതാണ്. പിന്നെ ഇത് സിനിമ നറേറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ഓഫ്കോഴ്സ് നിരന്തരമായി വെസ്റ്റേൺ ഹൊറർ സിനിമകൾ കണ്ട് പരിചയിച്ച ഒരാൾക്ക് മേ ബി ഇത് അത്ര പുതുമയുള്ളതായിട്ട് തോന്നിയേക്കില്ലായിരിക്കും. പക്ഷേ മലയാളികൾക്ക് മലയാള സിനിമയുടെ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇതൊരു പുതിയ സിനിമ തന്നെയാണ്. പിന്നെ മൊത്തത്തിലൊരു പുതിയ അനുഭവം സമ്മാനിക്കുന്ന സിനിമ കാഴ്ചയാണ്. അത് സ്ക്രീനിൽ കാണുന്ന വിഷ്വൽസ് ആണെങ്കിലും ഇതിൻ്റെ സൗണ്ട് ആണെങ്കിലും സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന മൂഡാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് സ്ഥിരം മലയാള സിനിമാ പ്രേക്ഷകർക്ക് നിരന്തരമായി തിയേറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരിക്കില്ല എസ്രയുടേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, ജയകൃഷ്ണ ഞാൻ വളരെ മുമ്പ് മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിലാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എന്നോട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് എന്നോട് ഈ കഥ പറയാൻ വരുന്നത്. അപ്പോൾ ഇത് ജെ.കെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിന് ഈ സിനിമ കൺസീവ് ചെയ്യാനുള്ളൊരു കാലിബറും ക്ലാരിറ്റിയും ഉണ്ട് എന്നുള്ളത് അവിടെ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റാണല്ലോ. പക്ഷേ അതിനപ്പുറത്തേക്കും ആസ് എ ടെക്നീഷ്യൻ ജെ.കെയുടെ ഒരു ആർട്ട് ഫിലിം ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊണ്ടായിരിക്കാം ജെ.കെക്ക് കൃത്യമായ ധാരണയുണ്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ വേണമെന്നും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും എത്തരത്തിലുള്ളതായിരിക്കണമെന്നും ഉള്ളതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു വളരെ ടെക്നിക്കലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടീമിനെ അദ്ദേഹത്തിന് അസംബിൾ ചെയ്യാൻ സാധിച്ചു. എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു എസ്ര എന്ന സിനിമയിലൂടെ ഒരു വളരെ പ്രോമിസിങ് ഡയറക്ടറിനെയാണ് മലയാളികൾക്ക് കിട്ടാൻ പോകുന്നത്. ജെ.കെയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആസ് ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരാളാണ്. ഒട്ടനവധി ആക്ടേഴ്സ് ഇതിലുണ്ട്. പ്രിയ ആനന്ദാണ് ഇതിലെ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. ടൊവിനോ, വിജയരാഘവൻ ചേട്ടൻ, ബാബു ആന്റണി ചേട്ടൻ, സുദേവ്,
സുജിത്ത് എന്ന് പറയുന്ന മഹേഷിൻ്റെ പ്രതികാരത്തിൽ വില്ലനായിട്ട് അഭിനയിച്ച് അദ്ദേഹം, പിന്നെ ഒരുപാട് പേരുണ്ട്, രജത് ദബോൾക്കർ, താര കല്യാൺ, പ്രതാപ് പോത്തൻ സർ, എല്ലാവരും വലുതും ചെറുതുമായ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്ലോട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും ക്യാരക്ടേഴ്സുമാണ്. ഈ സിനിമയുടെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഇത് സിനിമാറ്റോഗ്രാഫി ചെയ്യും എന്നുള്ള ഡിസ്കഷനിൽ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്ത പേര് സുജിത്തിൻ്റെ തന്നെയായിരുന്നു. കാരണം എനിക്ക് സുജിത്തിനെ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും സുജിത്തിൻ്റെ ഒരു ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ടും ഇതിൽ സുജിത്ത് വർക്കാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സുജിത്തിൻ്റെ ഡേറ്റ്സ് ഒരു ചെറിയ പ്രശ്നമായപ്പോൾ സുജിത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇൻഫാക്റ്റ് ഒരു ജർമ്മൻ സിനിമാറ്റോഗ്രാഫർ, ഒരു ഫോറിൻ സിനിമാറ്റോഗ്രാഫറുമായിട്ട് ഇവർ ഡിസ്കസിങ്. പക്ഷേ ഒടുവിൽ സുജിത്ത് ഫ്രീ ആയപ്പോൾ തന്നെ സുജിത്താണ് ഇതിന് നല്ലതെന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് ജയകൃഷ്ണനോട് ഞാനത് പറയുകയും ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ജയകൃഷ്ണനും സുജിത്തും തമ്മിൽ നല്ല സിങ്കായി. അഫ്കോഴ്സ് സിനിമാറ്റോഗ്രാഫറിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് എസ്ര എന്ന സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റിൽ. ഞാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ ആലങ്കാരികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സംസാരിക്കുന്ന മലയാള ഭാഷയാണ് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ആലങ്കാരികം. ഞാൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ മലയാളത്തിലാണ് പലപ്പോഴും ഒരു അലങ്കാരമായി എനിക്ക് തന്നെ തോന്നാറുള്ളത്. പിന്നെ ഓഫ് ഞാൻ അങ്ങനെയാണെന്ന് പറയല്ല. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതണമെന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പോലെയാണ് ഞാനത് എഴുതുക. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്നും അതിൽ ലാലേട്ടനാണ് അഭിനയിക്കുന്നതെന്നും ആ സിനിമയുടെ പേര് ലൂസിഫർ ആണെന്നും അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സിനിമയുടെ ഒരു ജോലികൾ ഈ വർഷം തുടങ്ങും തീർച്ചയായിട്ടും. പിന്നെ ലാലേട്ടൻ്റെ തിരക്കും എൻ്റെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ഷൂട്ടിംഗ് അടുത്ത വർഷമായിരിക്കും ആരംഭിക്കുക. നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം നിലകൊള്ളുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സിനിമ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിനോടകം ഒരുപാട് മുൻവിധികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച്. അത് ഓഫ്കോഴ്സ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും എല്ലാം തന്നെ. പക്ഷേ കഴിയുമെങ്കിൽ തിയേറ്ററിലേക്ക് നടന്നു കയറുന്നതിന് തൊട്ട് മുമ്പ് അതൊക്കെ മറന്നിട്ട് ഒരു ക്ലീൻ സ്ലേറ്റിൽ ഈ സിനിമ കാണാൻ സാധിച്ചാൽ അപ്പോഴായിരിക്കും നിങ്ങൾ എസ്ര എന്ന സിനിമ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക. സബ്സ്ക്രൈബ് സെൻസേഷൻ എന്റർടൈൻമെന്റ്.